നാം ഈ സൺഡേ ആരംഭിക്കുമ്പോൾ നമുക്ക് ഒരു 31-ാം തീയതി വി ഹാഡ് ന്യൂ ഡിസിഷൻസ്. നമ്മൾ പുതിയ തീരുമാനങ്ങൾ ഒക്കെ 31-ാം തീയതി എടുത്തിട്ടുണ്ട്. നമുക്ക് let us continue that decision throughout our 2026. Not that we made that decision and forgot about that. ഓരോ ആഴ്ചയിലും നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ ആ തീരുമാനങ്ങളുടെ ഒരു പുതുക്കം, ഇന്ന് ആ ഒരു പുതുക്കം നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ സൺഡേ ആയതുകൊണ്ട് നമുക്ക് we are going to do a few things together. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. നമ്മുടെ പ്രോഗ്രാം ഷീറ്റൊക്കെ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. So everybody know what to do. Nobody is going to call anybody's name. So when your name is there, just come on up and do everything. That is how we will continue. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പുതിയ വർഷത്തിന്റെ ആദ്യ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഒരവസരം കൂടി നീ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ദാനം ചെയ്തു. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കാത്ത നന്മകൾ, ഞങ്ങൾ അർഹിക്കാത്ത നന്മകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ 2025 തന്നു. ഞങ്ങളെ പുലർത്തി, ഞങ്ങളെ നടത്തി. ഈ 26 പുതിയ തീരുമാനത്തോടും പുതിയ പ്രതിഷ്ഠയോടും പുതിയ തീരുമാനങ്ങളോടും കൂടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഈ പുതിയ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. വ്യക്തിപരമായി ഓരോരുത്തരെയും അവിടുത്തെ സന്നിധാനത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ കുറവില്ലാത്തവരായി തീർക്കേണ്ടുന്നതിന് കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കഴുകി അവിടുന്ന് ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ വ്യാപാര ശക്തി, ദിവ്യ തേജസ് ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. ഞങ്ങൾ പാട്ടുകൾ പാടുമ്പോൾ ആത്മാവിൽ പാടി കർത്താവിനെ ആരാധിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കർത്താവേ, ഞങ്ങളുടെ ദൈവവചനത്തിൽ കൂടി നല്ല ആലോചനകൾ ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമായിരിക്കുന്ന ആലോചനകൾ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയെയും കൃപയിൽ സൂക്ഷിക്കുന്നതിനാൽ നന്ദിയോടെ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനാൽ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാകണമേ. മലയാളം പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. ായിരിക്കുന്ന ഇടത്ത് കർത്താവിനെ മഹത്വം കൊടുക്കുവാൻ ഇന്ന് രാവിലെയും ദൈവം നമ്മളെ കൂട്ടിവരുത്തിയല്ലോ. കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോട് നാം ആയിരിക്കാം. ആദ്യമായി നമ്മൾ പാടുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഉയർത്തിയ അങ്ങയുടെ സ്നേഹം, കാൽവറിയിൽ കൂടി നമ്മെ സ്നേഹിച്ചതായ ആ ഒരു സ്നേഹം നാം ഓർക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ ഓരോ നിമിഷവും എത്രമാത്രം നാം സ്തുതിക്കണം എന്ന് ആ പാട്ടുകാരനത് ഓരോ വരികളിലും അത് പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രയാസവേളകളിലും നമ്മെ നടത്തുന്നതായ ഒരു കർത്താവിന്റെ കരം നമുക്ക് മുമ്പിലുണ്ട്, പുറകിലുണ്ട്, ഇരുപുറവും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ധ്യാനിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് പാടാം. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ Ni en
കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തി തരും. ആമേൻ. ഹല്ലേലൂയ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭാരത്താൽ വലഞ്ഞിടുമ്പോൾ ദാഹം ശമിപ്പിച്ചവൻ ദാഹജലം തരുമേ. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടി നാം കടന്നു പോകുമ്പോഴും ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ചാരത്തണഞ്ഞു വന്ന് മക്കളെ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട എന്നൊരു ശബ്ദം നമ്മുടെ പുറകിൽ കേൾക്കും. അത് മറ്റാരുടെയും അല്ല, നമ്മൾ അറിയാതെ കേൾക്കുന്ന ആ ശബ്ദം, ആ സാമീപ്യം നമ്മുടെ കർത്താവിന്റെ ആമേൻ നമ്മുടെ പ്രാണപ്രിയന്റേതാണെന്ന് നാം അറിയുന്നല്ലോ. അതാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത്. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട അനേക അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായെങ്കിലും ആമേൻ ആ പ്രത്യാശ, ദൈവത്തിനുള്ള പ്രത്യാശ, ആ കരം, ആ ശബ്ദം, അതാണ് നമ്മളെ ഇന്നും വഴി നടത്തുന്നത്. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ചുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാമല്ലോ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ Mira
ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി പകൽക്കാലം പ്രാപിപ്പാൻ ആമേൻ നമുക്ക് ദൈവസന്നിധിയിലേക്ക് എടുത്തു വരാം. ആമേൻ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇത് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ ആമേൻ ദേശത്ത് നമുക്ക് ചുറ്റും ആമേൻ ദാഹിച്ചു വലഞ്ഞിരുന്ന ജലത്തിന്റെ അടുക്കലേക്ക് ദൈവമേ അങ്ങയുടെ ജീവജല നദി അയക്കണമേ കർത്താവേ. ആമേൻ സഭയായി ദൈവം നമ്മെ ദേശത്താക്കി വച്ചിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും പലരും ദാഹിച്ചു വലയുമ്പോൾ നമ്മളിൽ പകർന്നിരിക്കുന്ന ജീവന്റെ അഭിഷേകം അനേകരിലേക്ക് ഈ ദിവസങ്ങളിൽ പകരുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടാകേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും വ്യാപരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും വ്യാപരിക്കേണ്ടതിന് ഈ ഒരാഴ്ചക്കാലം ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ വ്യക്തി ജീവിതങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന ഒന്നോ രണ്ടോ പേർക്ക് ശബ്ദങ്ങൾ ഉയർത്തി ഈ നിമിഷം പ്രാർത്ഥിക്കാം. അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് ഈ ദിവസത്തിന്റെ പകൽക്കാലം നോക്കുവാനിടയിൽ നന്ദി കർത്താവേ. മരിച്ചവർക്ക് മരുതർക്കാർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ആയുസോടിരുന്ന കർത്താവിനെ സ്തുതിപ്പാൻ അങ്ങൊരുക്കിയ അവസരത്തിനായിട്ട് നന്ദി. പ്രത്യേകിച്ച് പുതുവർഷം ആദ്യത്തെ സൺഡേ കർത്താവേ സന്നിധിയിലായിരിക്കുന്ന കർത്താവ് ഇടങ്ങളെ സഹായിക്കണം കർത്താവ്. ബസിനസ്സിലുള്ള മാർഗവഴികളുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തടികളെ നടത്തണം കർത്താവ്. എന്റെ കർത്താവ് ഈ പുതുവർഷം അടികൾക്കെല്ലാം അനേക തീരുമാനങ്ങളും നിശ്ചയങ്ങളൊക്കെ ഉണ്ട് കർത്താവ്. അപ്പൊ അതനുസരിച്ച് ഓരോ ദിവസവും മുന്നേറുവാൻ കർത്താവ് മാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓരോ നിമിഷവും ഓരോ ദിവസവും ആത്മശക്തി പ്രാപിച്ചവരായി ജീവിതങ്ങളെ സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ദൈവസഭയെ മുറ്റുപാന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് പാൽക്കാലത്തെ ശുശ്രൂഷയെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ഹല്ലേലൂയ ശുശ്രൂഷയെ നിർത്തപ്പെടുന്ന ദൈവദാസിയോട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിന്റെ മക്കളേക്ക് ധാരാളമായി അനുഗ്രഹിക്കുന്ന കർത്താവ്. പുതുവർഷത്തിലെ പുതുകൃപകളാലും വരങ്ങളാലും നിറയ്ക്കണേ. ആരോഗ്യവും ബലവും കൊടുക്കണേ. ദൈവകൃപയെ കർത്താവ് പരിപാലിക്കണമേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലും കർത്താവിന്റെ കൂടെ ഇരിക്കണേ കർത്താവ്. ഓരോ വിശ്വാസികളെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടികളെല്ലാവരുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ പുതുവർഷം അടികളെടുത്ത് ഉപയോഗിക്കണമേ. അടികളെല്ലാവരും ശക്തരാക്കി കർത്താവെ. ആത്മാവ് ഒരുക്കമുള്ളത് ജനം ബലഹീനമാണ് ഈ ദിവസങ്ങളിലെ കർത്താവ്. അല്ല ആത്മശക്തിയായ കർത്താവ് എല്ലാ ഹല്ലേലൂയ തടസ്സങ്ങളെ തകർക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഉയരത്തിലേക്ക് ആരോഗ്യവും ബലവും ദൈവകൃപയും തന്ന് കർത്താവടികളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവ്. ഓരോ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ചാണ്. ദൈവകൃപയിൽ പകർക്കാനും എല്ലാവരെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പരിശുദ്ധ ദൈവമേ ഈ ദിവസം നൽകുന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇതിന്റെ മക്കളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം കർത്താവ്. ദൈവകൃപയെ ശക്തിപ്പെട്ടവരെ പുതുവർഷം വീണ്ടും മുന്നേറുവാൻ കർത്താവിനെ സഹായിക്കണമേ കർത്താവ്. എല്ലാ വിഷയങ്ങളും മുൻകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അപജസ്നായ സ്തോത്രം അനുഗ്രഹിച്ചാണ്. ദൈവകൃപയെ വീണ്ടും നിലനിർത്തിക്കൊള്ളണമേ. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ ആഗ്രഹിക്കേണ്ടതിനായിട്ട് നന്ദി. യേശുവിൻ തിരുനാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. Hallelujah. Heavenly Father, we thank you for this opportunity given us to worship you before your presence. Rejoicing, Father God. To ever praise you, Father God. Let's rejoice, Father God. Rejoicing for us. Because we made it into this year, Father God. Not our own strength, but it is by your grace alone. We don't stand by ourselves, but you helped us, Father God. Amen. Anything on our own, but you supplied our needs. You are Jehovah Jireh, provider. You are Jehovah Rapha, our healer. You sustained us in the land of the living, Father God. Thank you for all you've done for us this day. We give you all of our worship, all of our praise, all our strength, and all of our might. Be exalted above all of us. Lord, we thank you for all that have gathered here today, Father God. Bless
each and every family, every individual. Anyone here coming with problems and issues in their life, anyone that needs a touch from you tonight, this morning. I pray, Lord, that you touch them this morning, Father God, deliver them, set them free, Father. Any people here that have gathered with sickness or illnesses, Lord, we pray you would heal them, Father God. By your stripes, let them be healed this morning, Father God. Send your word this morning and heal them, Father God. We pray for all the ministries that are taking place today, Lord. Every individual that's leading the ministries will be anointed, Father God. We pray, Lord, that your Holy Spirit will move in this place, Lord. That we will have a tangible presence of the Holy Spirit in this space, Father God. Lord, we pray, Lord, that the Psalms, the Psalms, the sermon, everything will glorify only your name, Father God, Lord. That no man be lifted up but you alone, Father God. We pray, Lord, that pray for the blessing of all the families once again, Father God. Once again this morning. In Jesus' mighty name we pray. Amen. കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നൽകി തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കർത്താവേ. നിങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അവിടെ നിന്ന് നിറച്ചല്ലോ. ഞങ്ങൾ വീണ്ടും കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ, പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുമ്പോഴൊക്കെ കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഒരാഴ്ചക്കാലം ജീവിക്കുവാൻ ആവശ്യമായ ശക്തമായ ദൈവത്തിന്റെ വചനവും സാന്നിധ്യവും കർത്താവേ ഞങ്ങളുടെ മേൽ പകരണമേ. കടന്നു വന്ന എല്ലാ നിന്റെ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സഹായിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ, മാനിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ. Psalm 65. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 65-ാമത്തെ സങ്കീർത്തനം വാക്യമായി വായിക്കാം. Psalms 65. I am reading it in Malayalam and you can follow in English or Malayalam or any language you may have. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. മേശപ്പുറങ്ങൾ ആട്ടിൻകൊട്ടുകൾ നിറഞ്ഞിരിക്കുന്നു, കാലുകൾ ധാന്യം കൊണ്ട് കൂടിയിരിക്കുന്നു, ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സമൃദ്ധിയോട് നമ്മെ 25 നടത്തിയ ദൈവം അതിനേക്കാൾ ഉപരിയായ ആത്മീയവും ഭൗതികമായ നന്മകളാൽ നമ്മെ നിറയ്ക്കുവാൻ ശക്തൻ ആകുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ വിശുദ്ധ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അത്ഭുത കാര്യങ്ങളെ ചെയ്യുന്നവൻ, വീര്യം പ്രവർത്തിക്കുന്നവൻ, അവന്റെ സന്നദ്ധിയിൽ അസാധ്യമായിട്ട് ഒന്നുമില്ലാത്തവൻ, എല്ലാം സാധ്യമാക്കി തരുന്ന ദൈവത്തെ നമുക്കൊരു പ്രാവശ്യങ്ങളെ സ്തുതിക്കാം. കർത്താവേ, 2025 നീ ഞങ്ങൾക്ക് ചെയ്ത നന്മകളെക്കാൾ ഉപരിയായ നന്മകളാൽ നീ ഞങ്ങളെ നിറയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഇത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ആത്മാവിൽ ഉണർത്തപ്പെട്ടവരായി, ഞങ്ങൾ ആത്മാവിൽ രൂപാന്തരം പ്രാപിച്ചവരായി കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായി തീരുവാൻ നീ ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ആരാധനയും തിരുസാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്.
ഇന്ന് രാവിലെ നമുക്ക് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ ദൈവം ഒരു അവസരം നൽകി. And we are very grateful to God for that. Very grateful. ഇന്ന് രാവിലെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സൺഡേ സ്കൂൾ ലെസൺ ഡോക്ടർ മിനി കുര്യൻ നൽകി. And it was very blessing, and she took time to prepare the PowerPoints, and I enjoyed it. It is a skill that I don't use, but it is certainly good. Whatever we do it very effectively and efficiently. Those are two words alike. Effectiveness and efficiency. Those are two words alike. And whatever ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും അതിന്റെ മാക്സിമം ചെയ്യുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. അപ്പോൾ അതിന് അല്പസമയം ആവശ്യമാണ്. I know she took a lot of time studying, preparing and presenting it. So let us continue to pray for Sister Mini Kurian for next week, that she will do even a better job. And നമുക്ക് നമ്മുടെ ആത്മീയമായ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീരുന്ന ലെസൺസ് ഒക്കെ നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ഈ ആഴ്ചയിൽ we don't have any visitors here. We don't have any birthday as such, but birthdays are coming later on. And ഇന്ന് നമുക്ക് അങ്ങനെയുള്ള birthday anniversaries ഒന്നുമില്ല. But I also wanted to recognize some things when it is done. Sometimes I say things about one person, another person may not don't get jealous or anything, but at your time will come that I will say these things as I see it. I say it, and I wanted to appreciate Sister Bindu for taking a lot of initiative. Because I see initiatives and I have to recognize it. And last night, yesterday she called and talked to me about English praise and worship and youth messages, and she is behind all those things. She is inspiring, encouraging others to do it, and we have to recognize it. We have to thank God for such initiative, and we thank God for her life. And she is already busy, but she is taking a lot of initiatives. For that, I recognize that, and we want, as a church, we want to thank you for all those. But today, that is what I'm going to limit. This morning is actually a blessed time for this church. Ever since we started this church in 24, all of us were praying for the Lord to bring new souls. I mean, new souls in the sense new to the kingdom of God, and also new to church. It worked both ways. And we have been really praying. And when God answers and we recognize it, we don't wait another 6 months to recognize it. When God answers our prayer, we know that is an answer to God's prayer. We immediately recognize it, because we have been praying and praying and praying and waiting. We are not going to wait 6 more months to recognize it. We entered the year 2025 by adding a new member to this church, Brother Justin Emmanuel, and we thank God for him. And every time when someone is added to this church, there is someone else behind it, and I wanted to recognize that also. So I believe I have to give credit to two families for Brother Justin's membership in this church. I think the first credit goes to Brother Wilson family, finding him and making his presence available, and making us all know about him. And then Brother Saji and Sister Bindu and Achayan and Bhavina, these two families are behind Brother Justin. And I thank God for him, and he is a great man of God. Right now, he is going to go through a credentialing process through this church. We're going to, in the next couple of days, weeks, we will do another little ceremony. We will set forth him, and for him to appear for credentialing examinations and
receiving credentials in the Church of God or actively becoming ministry in the ministry. We will try to help him as much as we can. And he is already a blessing to this church. And this church will become a blessing to him. Today I wanted to introduce, we already know this family. I'm going to introduce Brother Jason family. I thank God for him. And the credit actually for this family has a sponsor. I mean, just like Brother Justin had sponsors, this family had a sponsor. Brother Saji and Sister Bindu, they were instrumental in bringing this family into this church. So they are the sponsors. So when some family comes to this church through the sponsorship and through association with other family members of this church, we don't wait 6 months to find out something about this family to give them membership. We wanted to recognize them immediately, and so I have discussed this matter with the elders of this church, and I informed all the members of this church. That's my style of doing things, is that I don't do anything in a secret. I'll make it known to all. And whatever we do in this church, good or bad, everybody will know it. So all the existing church members are extremely pleased and extremely happy to welcome you all as members of this church. But I will invite you to come to the front in a little bit, because I don't want you to stand for a long time. I have to say a few things before I do it. This family, they are so much already involved in the church. Even before we accepting them as members, but the very the first Sunday they came into this church. Brother Jason already looked around and he found things where we needed help, and he is very observant, and he recognized what we needed, and he is already jumping into those kind of things. And Sister Vinci already is in helping us with our Malayalam worship, and such a great blessing. Both of them are a great blessing to this church, and their children are a blessing to this church as well. I know all of them have gifts, beginning with Jonathan, and today he will be reading scriptures, and Jocelyn is singing in the English worship, and so does Jonathan. And today you're going to hear a young man preaching mighty word of God, that Jeremy is going to preach God's word to you. Well, I told him that I'm right here, and if he ever needs help, I'm actually standing by him. And so he's going to do his best, and we will be praying for you, Jeremy, today as you come to speak from the word of God. And so this family is already helping us in so many ways, and we wanted to be a blessing to them also. Not only that, we are looking to receive blessing from others, and this church will become a blessing to them. We will stand with them in whatever problems they go through, whatever times and seasons of life they go through. We will stand with you. That is a pledge that this church will make to you as you come in a few minutes to accept this membership of this church. This church will pray for you daily. Everybody is praying for you. We will stand with you, your struggles, your joy, your happiness, whatever situation that you go through, we will all stand with you. Now, with all that is said, there is one other thing that I have to mention, that this church as a whole is happy. As we accept them into membership, we are also making them officials in this church. And I have been talking to the elders of this church. We have 2 elders, and we have other officials in this church. I talked to others, and this church is going to also make Brother Jason, other position will come later. Brother Jason, a director. In this church, we have everybody as directors. Normally, churches have secretaries and treasurer. That is what they have. But in our church,
our positions are a little bit different. We just going to call people who do some roles directors. They are directing something, and they will be They are directing because they will be recruiting others to help them eventually, because they themselves cannot do everything. So they will be having others to assist them. So they are directors. So we have director of finance as well as Saji. So we're going to make our brother Jason a director of 3 things. And mainly he will assume the role of a secretary. So we call that the director of records, because a secretary keep all the records of the church. Every time that we meet together, we have to keep a minutes. It's required of the IRS. We have to keep all those. So he will be the director of records and media and technology. That will be his title. Director of records, media, and technology. And he already modified all our systems. So he's going to continue to do that. And as in that position, he will also step in when I am not here. He will coordinate. He will be the one who will coordinate. Coordinate meaning there will be ministers will be doing things, but he will assume that nothing will go undone. So he will take the overall responsibility. So if you all are happy, can you recognize that? Now I will request this family to come forward. Praise God. Hallelujah. You can come here and face the church. Face the church. You know, but we do this normally only because we wanted to let people see that who is coming into this church as new members. And I'm going to pray. I'm also going to ask the elders of this church to come and stand with me here. We're going to pray for them. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, 2024 മുതൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ വളരെ ഭക്തിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവേ, അവിടുന്ന് പല വ്യക്തികളെ ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജെയ്സനെയും കുടുംബത്തെയും ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ അവരെ ഇത്രത്തോളം സൂക്ഷിക്കുകയും ഒരായിരുന്ന ഇടത്തൊക്കെയും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ അവസരങ്ങളെ ദൈവം ഒരുക്കി കൊടുത്തതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും ദാസിയെയും അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അവരിൽ നിശ്ചിതമായിരിക്കുന്ന കൃപകളും കൃപാവരങ്ങളും ഒക്കെ ഈ സഭയുടെ അനുഗ്രഹത്തിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവരെ ഈ സഭയുടെ അംഗത്വത്തിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അവർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ കൃപയാൽ എല്ലാവരെയും നിറയ്ക്കണമേ. കർത്താവേ, ദേശിനെ അനുഗ്രഹിക്കണമേ, വിൻസി അനുഗ്രഹിക്കണമേ, യോനതനെ അനുഗ്രഹിക്കണമേ, ജോസലിനെ അനുഗ്രഹിക്കണമേ, ജെറമി അനുഗ്രഹിക്കണമേ. കർത്താവേ, അവർ ദൈവസഭയ്ക്കും കർത്താവേ അവരുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമായി തീരുന്നതിനാൽ നന്ദിയോടെ പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. Now we will invite them into the fellowship of this church. Thank you. Now, praise God. Praise the Lord. Now you can say a few words if you can. Praise the Lord. Morning. Good. Praise God. Hallelujah. Praise God. Praise the Lord, church. Once again, it's a pleasure to be in the midst of all of you. I guess I can speak basically also to say a few words. We just want to thank you for, as I mentioned previously in the Watch Night service, the level of love and hospitality this church has shown to us is second to none, and we appreciate that. And the love of Christ is shining through all of you.
the prayer life is, we can see that prayer life through you. It's evident. So another thing I mentioned on the Watch Night services, I wanted to be in a church that I can activate my gifts, the talents that God has given us. Not just me, of course. I stand for the family, you know, because each one of us are gifted, and God has a purpose for all of our lives, including your lives as well. And life is short. Our days are numbered. The Bible teaches us. So we may not see tomorrow, we may not wake up tomorrow, but can we do what we can in the time that's given to us? We crossed into this year because God still has, we have not finished our purpose on this earth. And whether it's inside the church, outside the walls of the church, we have to be ever ready for His coming as well as prepare others for that. And this is just a place that we get stirred up in this place, and then we go out into the world and we exercise what God has given us in here. So we appreciate all you have done for us. We thank you for welcoming us into this church, especially Pastor and Mama. We are looking forward to doing more for the kingdom as a team and as a church. God bless you. Amen. Thank you for giving us the membership. Usually, ഞാൻ എവിടെയെങ്കിലും പോയാൽ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നിനും എഗ്രി ചെയ്തിട്ടില്ല. എന്തുകൊണ്ടോ ഇവിടെ വന്നപ്പോൾ പടമെന്ന് ചോദിച്ചപ്പോൾ അന്ന് എസ് പറഞ്ഞു എഴുതാമെന്ന് വിചാരിക്കുന്നു. ബൈബിളിൽ പല ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ 5 താലന്ത് കൊടുത്തതും 1 താലന്ത് കൊടുത്തവൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും അന്ന് കൃപകളൊന്നും യൂസ് ചെയ്യാതെ കുഴിച്ചിട്ട അവസ്ഥയിലായിരുന്നു. ഈ വർഷം അത് പ്രയോജനപ്പെടുത്തി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബൈബിളിൽ തന്നെ പറയുന്നത് പോലെ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ സമൃദ്ധിയുടെ അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. ഇനിയും ആത്മീയമായിട്ട് സമൃദ്ധിയിലെത്തണം, അതാണ് ആഗ്രഹം. സ്വർഗത്തിലെ സകല നന്മകളാലും ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുമെന്ന വചനം പോലെ ആ എല്ലാ നല്ല അനുഗ്രഹങ്ങളും പ്രാപിച്ചെടുക്കണമെന്നാണ് ഇനിയുള്ള എൻ്റെ ആഗ്രഹം. അതുപോലെ കുഞ്ഞുങ്ങളും വചനത്തിൽ കാണുന്നത് പോലെ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കുന്നു എന്നതിനേക്കാൾ വേറൊരു സന്തോഷം എനിക്കില്ല. അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അതിനായി സഭയുടെ പ്രാർത്ഥന പിന്നെയും ചോദിച്ചുകൊണ്ട് Thank you, Mother. Thank you. Praise the Lord. I know we have taken a few minutes for this very important matter, and we probably may end the service a few minutes late today. I'm just giving an advance notice, so a few minutes late. Today we're going to have, maybe going forward every week, we will have English praise and worship and youth messages. Before we call it exhortation, we're just going to call it youth message. It's a youth message. Now, our youth will come and do the praise and worship, and following that, Jeremy Varghese is going to preach a message to us. Following that, Sister Vinci is going to sing the offering song, and we'll take the offering, and then we'll have the prayer. Amen. Hallelujah. Praise God. Hallelujah. Thank you, Jesus. Who is slain and seated on the throne? There is no one like the Lord. The elders creed.
There's no one like the Lord. Elders, creatures bow, giving praise to Him and Him alone. There's no one like the Lord. Worthy is the Lamb who was slain and seated on the throne. There's no one like the Lord. Elders, creatures bow, giving praise to Him and Him alone. There's no one like the Lord. We crown you King of glory. We crown you King of glory. We crown you King of glory. We crown you Lord of all. We crown you King of glory. We crown you King of glory. We crown you King of glory. We crown you Lord of all. We crown you King of glory. We crown you King of glory. We crown you King of glory. We crown you Lord of all. We crown you King of glory. We crown you King of glory. We crown you King of glory. We crown you Lord of all. Worthy is the Lamb who was slain and seated on the throne. There's no one like the Lord. Elders, creatures bow, giving praise to Him and Him alone. There's no one like the Lord. Worthy is the Lamb who was slain and seated on the throne. There's no one like the Lord. Elders, creatures bow, giving praise to Him and Him alone. There's no one like the Lord. We crown you King of glory. We crown you King of glory. We crown you King of glory. We crown you Lord of all. We crown you King of glory. We crown you King of glory. We crown you King of glory. We crown you Lord of all. Worthy is the Lamb who was slain and seated on the throne. There's no one like the Lord. Elders, creatures bow, giving praise to Him and Him alone. There's no one like the Lord. Worthy is the Lamb who was slain and seated on the throne. There's no one like the Lord. Elders, creatures bow, giving praise to Him and Him alone. There's no one like the Lord. And how wonderful is it that we serve a God like no other. He is worthy of the glory. How great is it that we serve a God who we can go to, who hears us and who hears our cries. How worthy is He of the praise. We praise Him, for He is not a statue but a living God. Lord God, I thank, Lord, everyone here today, oh God, Lord God, I pray, Lord, that you'll bless this meeting, Lord, and that your message, Lord, will touch people's hearts in here, oh God, Lord. Lord God, I thank you, Lord, for your blood, Lord, and Lord God, I pray, Lord, for Jeremy, Lord, as he's about to share his exhortation, oh God, Lord. Lord God, I pray, Lord, that you'll calm his nerves, oh God, Lord, and anoint him, oh God, Lord. Lord God, continue, Lord, to raise him up, Lord, in you, oh God, Lord. Lord God, I pray, Lord, that you'll bless this meeting today, Lord, and that your presence, Lord, will be here, oh God, Lord. Again, Lord, I thank you, Lord, for everyone, Lord. Praise God. Praise God. Praise God. Hallelujah. 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 Praise you. Thank you. Thank you. Praise God. Praise God. Praise the Lord. I would like to speak to you from Psalm 125.
Verse 1 says, "Those who trust in the Lord are like Mount Zion, which can never be moved, never be shaken." Our trust in the Lord needs to be like a mountain. Just as mountains can't be moved, our faith needs to be as steadfast as a mountain. Verse 2 says, "As the mountains surround Jerusalem, so the Lord surrounds his people now and forever." People in Jerusalem consider the mountains a blessing because mountains covering Jerusalem protected the people just as God covered us under his wings. It's a blessing to us. Especially in this wicked world, those mountains are like a hedge of protection over his children. Mountains give us a barrier to hide when we are afraid. Verse 3 says, "The wicked will not always rule over the land of righteousness. If they did, the righteous themselves might do evil." The Lord is faithful now and forever to his children. Just as a hen covers its chicks under his wing, the Lord keeps us under his wings. Verse 4 and 5 say, "Lord, do good to those who are good, to those who obey your commandments. But when you punish the wicked, punish those who abandon your way. Peace be with Israel." Basically, the writer here is saying to bless those who are doing good because they are following your path of righteousness, and he is also saying to remove those who rebel against God's law. This chapter really stood out to me and showed me that I need to be more faithful towards God. I need to be more faithful towards God. God can keep trusting in him. Sometimes we're at the top of the mountain in our lives, and sometimes we're at the bottom of the mountain in the valleys. But no matter what, God is like a mountain. He's a place where we can hide in case he's unmovable and unshakable. And I just want to close with this and say to the church, whether you're at the top of the mountain or at the life at the bottom of the valley, our God is like a mountain. He's our firm foundation. May the Lord bless you with these words. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ.
കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം ആമേൻ അഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിലുമായി. അതാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് വന്ന സമയം മുതൽ നമ്മെ അനുഗ്രഹിച്ച് ദൈവത്തിന് മഹത്വം പാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഉയർന്ന പ്രഭാതം ആയുസ്സോടെ ആരോഗ്യത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങയെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായി ആരോഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, അപ്പന്റെ വരവ് താമസിച്ചതുകൊണ്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണം സംഭവിക്കാഞ്ഞതുകൊണ്ടും കർത്താവെ ഒരു പ്രാവശ്യം ഒരു സഹായവും കൂടെ ഞങ്ങൾക്ക് കർത്താവെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നല്ല ബൈബിൾ സ്റ്റഡി ഞങ്ങൾക്ക് രാവിലെ തന്നത് കർത്താവെ, അതിന്റെ ആഴങ്ങൾ മർമ്മങ്ങളൊക്കെ അതിന്റെ ദാസിയിൽ കൂടി വീണ്ടും കേൾക്കുവാൻ ഞങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ ഞങ്ങൾക്ക് ബലം തന്നല്ലോ അപ്പാ. ഹല്ലേലൂയ. നിന്റെ വചനം അങ്ങനെ തന്നെയാണല്ലോ. പാട്ടോടെ എന്റെ സന്നിധിയിൽ കടന്നൊരു അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ എന്നെ സ്തുതിക്കുകയും ദൈവത്തിന്റെ വചനമാണല്ലോ ഞങ്ങൾക്ക് കരങ്ങളെ അടിച്ച് ഞങ്ങളുടെ എല്ലാ അവയവങ്ങളും ചലിപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. കണ്ണിന് കാഴ്ച, ചെവി കേൾക്കുവാനുള്ള ബലം അപ്പാ, നാവെടുത്ത് സംസാരിപ്പാനുള്ള കർത്താവേ നിയന്ത്രണ ബലം, എല്ലാത്തിനും നന്ദി നാഥ, നന്ദി കർത്താവേ. അപ്പാ സ്തോത്രം. ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തിയതിനായി നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നാഥ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ ഇംഗ്ലീഷ് പാട്ട് പാടുവാൻ ദൈവം അവസരം ഒരുക്കി. ആമേൻ. അതിനുള്ള കഴിവുകൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തക്കവയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കുവാൻ നിന്റെ മക്കളെ നീ ഇവിടുന്ന് ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നാഥ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന 2 കുടുംബങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ബ്രദർ ജെയ്സിനെയും കുടുംബത്തെയും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഈ വർഷത്തിന്റെ ആരംഭം തന്നെ അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഒരു ഭവനത്തെ കൂടെ ഞങ്ങളുടെ കൂട്ടിച്ചേർത്തല്ലോ. ആമേൻ. ദൈവരാജ്യത്തിന്റെ വിട്ടുപണിക്കായി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ആമേൻ ആ കുടുംബത്തെയും കണ്ടല്ലോ. അതിനവർക്ക് കൊടുത്ത താല്പര്യത്തിനായി ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകള് അപ്പാ വിശ്വസ്തയോടുകൂടി വ്യാപാരം ചെയ്യുവാന് ആമേൻ ദൈവത്തിന്റെ മക്കളെ ഉപയോഗിക്കണമേ. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രഹസ്യവും പരസ്യവുമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യം എന്നൊന്ന് ദൈവമേ അങ്ങയുടെ നിഘണ്ടുവിലില്ലല്ലോ അപ്പാ. ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയാലും ആമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്നവരായ ദൈവത്തിന്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അവസാനം കർത്താവേ ഞങ്ങളെ ഈ ചർച്ചിനോട് ചേരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. തന്റെ മകനെ നീ കർത്താവേ ബലപ്പെടുത്തണം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഇവിടെ കടന്നു വരുവാനും കർത്താവേ രാജ്യത്ത് പഠിക്കുവാനും ഒക്കെ ഇവിടെ കൃപ കൊടുത്തതിനായി ദൈവത്തിന് കർത്താവേ. തുടർന്നുള്ള എല്ലാ വിഷയങ്ങളിലും ദൈവം തന്റെ മകനെ നടത്തണമേ. അപ്പന്റെ ആലോചന മാത്രം അനുസരിച്ച് നടത്തുവാനുള്ള ദൈവകൃപ തന്റെ മകനും കർത്താവ് കൊടുക്കണം. നാട്ടിലായിരിക്കുന്ന പെങ്ങളെയും കർത്താവേ മാതാവിനെയും പിതാവിനെയും ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിൽ നിന്റെ കരങ്ങളിൽ തരുന്നു. പ്രിയ സജിബ്രതന്റെയും അവിനാമോളെയും
ആമേൻ അച്ചായനെ നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബം കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയ്ക്ക് വേണ്ടി ആമേൻ ചെയ്തത് അപ്പാ നീ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. അപ്പാ ദൈവം അമർത്തി കുലുക്കി കവിയുന്നതിനെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവം കൂടെ ഇരുന്ന് അവരെ വഴി നടത്തണം. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയിൽ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ആരാധിച്ച അനേക ഗസ്റ്റുകളുണ്ട്. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ ഹിതമെങ്കിൽ അവരൊക്കെ ഈ സഭയോട് ചേർന്ന് അവൻ വരും ദിവസങ്ങളിൽ വരുവാൻ തക്കൊണ്ടിടയാകണം. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ പ്രാർത്ഥന, പുതിയ സ്നാനങ്ങൾ നടക്കണം. ആമേൻ. ഇപ്പോൾ ഈ സിറ്റിയിൽ അനേകരുണ്ട് യേശുവിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ട്. അവരോടൊക്കെയും അപ്പാ ഞങ്ങൾ കടന്നു പോകുവാനും ആമേൻ സംസാരിക്കാനും ഒക്കെയുള്ള ആമേൻ കർത്താവെ കൃപയും കഴിവും ഒക്കെ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ വാതിൽ അടയുവാൻ സമയമായിരിക്കുന്നു. അപ്പച്ചന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോട് യുദ്ധങ്ങൾ ആമേൻ യുദ്ധങ്ങളൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം യുഗങ്ങൾക്ക് മുന്നമേ മനുഷ്യന്മാർ തന്റെ ദൈവദാസന്മാർ എഴുതി വെച്ചു. ആമേൻ. ഇത് അന്ത്യകാലമാണ്. ഇത് നോഹിയുടെ കാലഘട്ടം പോലൊരു കാലഘട്ടമാണ്. കൈയുടെ വിട്ടുപോകാതെ ഈ പൂണി സിറ്റി അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഞങ്ങളാലാവോളം ഒരു സൈന്യമായി ഞങ്ങൾക്ക് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനിടയാണ്. ഞങ്ങൾ ദൈവദാസനെ കുടുംബമായി നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണമേ. ഈ പ്രദേശത്തേക്ക് മൂവ് ചെയ്യുവാനും കർത്താവെ ഭവനം വാങ്ങിക്കുവാനും ഒക്കെ കർത്താവ് കൃപ സ്തോത്രം. നാട്ടിലായിരിക്കും ജോൺ ജോസ് പാസ്റ്ററെ ഈ കുടുംബമായി ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണം. വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ആരാധിക്കാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാദാസ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ വാച്ച് ചെയ്യുന്നതായിരിക്കും ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഞങ്ങൾ ഓർക്കുന്നു. അമ്മയെ അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഞങ്ങൾക്ക് അറിയുന്നില്ല. എങ്കിലും കർത്താവെ ഉൾപ്പുകളെയും നിലവുകളെയും ആരാധനറിയുന്ന ദൈവത്തിന്റെ ആമീൻ പ്രത്യേക കൃപയും കരുതലും കാവലും നിന്റെ കുഞ്ഞുങ്ങളെ നടത്തണം. പുറത്തു പറയുവാൻ കഴിയാത്ത പലവിധമായ വേദനകൾ കൂടി കടന്നു പോകുന്നവര് അപ്പ കാണുമായിരിക്കും. എങ്കിലും ദൈവത്തിന്റെ ആമീൻ വചനത്തിൽ കൂടി ഈ കുഞ്ഞുങ്ങൾ പാടിയ പാട്ടുകൾ കൂടി ആമീനോട് നടക്കുന്ന ശുശ്രൂഷകൾ കൂടി അവർക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യണം. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. അതിലേക്ക് കരങ്ങൾ നീക്കിയ എല്ലാ നിന്റെ മക്കളെയും ആമീൻ പ്രതിഫലം കൊടുത്ത് ദൈവം മാനിക്കണം. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി അത് ഉപയോഗിക്കുവാൻ കർത്താവ് ഞങ്ങൾ കൃപ നൽകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ. Praise God, we have come to the moment where we're just going to spend a few moments in the presence of God, meditating upon God's word. Initially, I'm just going to ask our Jonathan to come forward and read the scripture for today. Usually, Bhavina Mall used to help me, but she transferred that to Jonathan. Amen. Matthew chapter 28, verses 18 to 20. And Jesus came and said to them, all authority in heaven and on earth has been given to me. Go therefore and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, teaching them to observe all that I have commanded you. And behold, I am with you always to the end of the age. Amen. Praise Amen. God. Hallelujah. May God add His blessing to the reading of His holy word. As this being the very first Sunday of the year, ഇത് ഈ വർഷത്തിന്റെ ആരംഭത്തിലുള്ള ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഈ വർഷത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഗോൾ സെറ്റിംഗ് വാക്യമാണ് നമ്മൾ ഇന്നിവിടെ വായിച്ച് ധ്യാനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കാര്യം സംഭവിക്കണമെങ്കിലും അതിനെല്ലാം ഒരു വിഷൻ ഉണ്ടായിരിക്കണം. വിഷൻ എന്ന് പറയുന്നത് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് നമ്മുടെ വിഷൻ. സോ ഐ ആം ഗോയിങ് ടു ടോക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് വിഷൻ ഫോർ ദ ചർച്ച്. നമ്മുടെ ഈ വർഷത്തെ വിഷൻ എന്താണ്? 24 നമ്മൾ ഈ ചർച്ച് സ്ഥാപിച്ചപ്പോൾ അന്ന് ദൈവം നൽകിയ വിഷൻ എന്ന് പറയുന്നത് വേറെ ഒരു സഭയിൽ നിന്നും പോയി പൊട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ സഭയിൽ നിന്ന് ആളുകളെ പിടിച്ചോണ്ട് വരാനോ ഒന്നും പോകാൻ പാടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ക്രോസ് വ്യൂ പോയ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ചർച്ച് തുടങ്ങണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ആരംഭത്തിലുണ്ടായത്. അപ്പോൾ ഞാൻ ആ ചർച്ചിൽ നിന്ന് മാറിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ചർച്ച് പ്ലാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു വ്യക്തി പോലും ഇങ്ങോട്ട് വരാൻ പാടില്ല. ദാറ്റ് ഈസ് നോട്ട് മൈ വിഷൻ. മൈ വിഷൻ ഈസ്
that we need to make disciples. We need to make disciples. അതാണ് നാം ഇന്ന് വായിച്ച ഈ വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നത്. Go. ഇവിടെ 3-4 വാക്കുകൾ. I'm going to point out some words first, then we will go through the message. There are some action words here. Go. Make disciples. Make disciples. Baptize them. Teach them. And so there are some action words. നമ്മൾ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്. This is actually a command. This is called a great commission. This is called the great commission. നമ്മുടെ ചർച്ചിന്റെ ഈ വർഷത്തെ ഒരു വിഷൻ എന്ന് പറയുന്നത് we need to make new disciples. We need to make new disciples. Existing disciples are good. We are not abandoning them. But we need to make new disciples. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ വിൽസൺ ബ്രദർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ് സ്നാനം നടക്കണം. We just going to have baptism by faith. We just going to have baptism in this 2026. And the last few weeks ago, I don't always say the Spirit of the Lord told me. It's because the Spirit is speaking to me, but I just don't want to say everything I think is all from the Spirit. But it also can be my human thinking also. Sometimes we have to discern and differentiate when the Holy Spirit is speaking, what the Holy Spirit is speaking, what you are thinking. And sometimes it can be blended. So in my case, it is blended. It is my thinking managed by the Holy Spirit. That's what I will say. My thoughts are to be managed by the Holy Spirit. So we just going to by faith set a time frame for our first baptism, something like April, May time frame. Because when you set a goal, then you have to work on the goal. When we pray for baptism, it can happen in 26, it can happen in 27, it can happen in 28, it can be any time, because you have not set any time and a date. So by faith, we're going to set a time frame that we just have to work so much, pray so hard, earnestly, and go and talk to people, disciple them, and then baptize them at least in the first half of the year. We wanted to have at least one baptism. I mean, not saying one person baptized, it can be any number of people, but we needed to do this the first half of the year. Sometimes when I meet people, they say, welcome to my home. And then they say, okay, we can have some dinner, lunch, and stuff like that. And that is the end of it. They invited me for a dinner. I don't know where to go. I don't know when to go. I have no idea about any of those things. But sometimes I tell them, if you tell me when to come, that will help. That will help. So whatever activities we do, we have to have a time stamp on it. We have to have a time stamp on it. If we have to do a baptism in April, May time frame, that means we have to start work right now. We don't have the time to wait for until March or April. We have to immediately get into work, get into witnessing, get into personal evangelism. And the other day, this is actually the goal of the church. And in my studies, one word that always come up is this shared vision. Shared vision. Vision is good, but vision has to be shared by everyone in the group, in the church. നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയ വിഷനല്ല, നമ്മൾ ആരും ഉണ്ടാക്കിയ വിഷനല്ല, കർത്താവ് നൽകിയിരിക്കുന്ന വിഷനാണിത്. നിങ്ങൾ പോയി ഇവിടെ മലയാളത്തിൽ ഞാൻ വാക്യം വായിക്കും, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോടോ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്
എന്ന് പറയുന്നത്. സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ വിഷൻ ഒരു വ്യക്തി ഡെവലപ്പ് ചെയ്തിട്ടുള്ള വിഷനല്ല. ഇത് ദൈവം നൽകിയ, ദൈവം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ യേശു ക്രിസ്തു സഭയ്ക്ക് നൽകിയിരിക്കുന്ന ദൗത്യം ആണ് നമ്മൾ വായിച്ചത്. വിഷൻ എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചില വാക്യങ്ങൾ കൂടി അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു നോക്കാം. സദൃശവാക്യങ്ങളിൽ 29-ാമത്തെ അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വെളിപ്പാട് ഇല്ലാത്ത ഇടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ഇവിടെ വെളിപ്പാട് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ where there is no revelation the people cast off restraint, but happy is he who keeps the law. ഇവിടെ revelation എന്നുള്ള വാക്ക്, ഇംഗ്ലീഷിൽ revelation എന്നുള്ള വാക്ക് is equal to vision. So in some translation it is also read, where there is no vision people perish. വിഷൻ ഇല്ലാത്തടത്ത്, വെളിപ്പാടില്ലാത്തടത്ത് ജനം നശിച്ചു പോകുന്നു. ഇവിടെ മര്യാദ വിട്ട് നടക്കുന്നു എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ബട്ട് ദ ട്രൂ ട്രാൻസ്ലേഷൻ ക്യാൻ ബി ദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വിഷൻ. ദർശനമില്ലാത്ത ഇടത്ത് ജനം നശിക്കുന്നു. കാരണം നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വിതൗട്ട് എ വിഷൻ. നമ്മുടെ വിഷൻ എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന, നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന, നമ്മുടെ പ്രയോജനത്തിന്, നമ്മുടെ ലാഭത്തിന് നമ്മൾ നിർമ്മിക്കുന്ന വിഷനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ദൈവം നൽകുന്ന വിഷൻ, ദൈവത്തിന്റെ ഡിറക്ഷൻ അനുസരിച്ച് ലഭിക്കുന്ന വിഷൻ. നമുക്ക് പുറപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ലെസൺ എന്ന് പറയുന്നത് എന്താണ്? മോശ ഇസ്രായേലിന്റെ ഒരു വലിയ ലീഡറായിരുന്നു. There is no one greater than Moses. മോസസ് എല്ലാ ലീഡർഷിപ്പിന്റെയും ഒരു അടിസ്ഥാന തത്വം ആ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാം. മോശയുടെ ലൈഫ്, മോശ കടന്നുപോയ സാഹചര്യങ്ങൾ, അതിൽ ഒരു കാര്യം നമ്മൾ എടുത്ത് കാണിക്കുന്നത്, മോശ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം പറയാത്ത ഒരു കാര്യവും മോശ ചെയ്തില്ല. സോ ഒരു ദൈവിക ലീഡർഷിപ്പിന്റെ മധ്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം പറയാത്ത ഒരു കാര്യങ്ങളിലും ദൈവമക്കൾ ഇടപെടാൻ പാടില്ല. ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ടോ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമല്ല ദൈവസഭ. അതിനൊക്കെ ആവശ്യമാണ്, പണം മനുഷ്യർക്ക് ആവശ്യമാണ്. ഒരു പാസ്റ്റർ ഫാമിലി സർവൈവ് ചെയ്യണമെങ്കിൽ he needs some money. അത് ആവശ്യമാണ്, അത് ആവശ്യമല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതല്ല ദൈവസഭയുടെ പ്രൈമറി ഉദ്ദേശം. ദൈവസഭയുടെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് ആത്മാക്കൾ കടന്നു വരിക എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് കുറച്ച് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതൊന്നും നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. താങ്ക് ഗോഡ് ഫോർ ഓൾ ദിസ്, റൈറ്റ്? അതിന്റെ ബിഹൈൻഡിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എവരിതിങ് ബിക്കംസ് ബെറ്റർ. പക്ഷെങ്കിൽ ഇൻസ്ട്രുമെന്റ് കളിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് ആവശ്യമാണ്, അത് സെക്കൻഡറിയാണ്. എന്നാൽ നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് നമ്മൾ കർത്താവിന്റെ സാക്ഷികൾ ആയിത്തീരുക എന്നുള്ളതാണ്. കർത്താവിന്റെ നല്ല സാക്ഷികൾ, നിർമ്മല സാക്ഷികൾ, വിശ്വസ്ത സാക്ഷികൾ, വിശ്വസ്ത ഭടന്മാർ, അങ്ങനെ നാം ആയിത്തീരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ദർശനം വളരെ ആവശ്യമാണ്. നമ്മൾ ഒരു സഭയ്ക്ക് ഒരു പുതിയ വർഷത്തിൽ ഈ വർഷം നമ്മൾ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ള ഒരു ദർശനം അത്യാവശ്യമാണ്. നമ്മുടെ ദർശനത്തിന്റെ വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. നമ്മൾ ഡിസൈപ്പിൾ മേക്കേഴ്സ് ആണ്, നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നവരാണ്, നമ്മൾ പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുന്നവരാണ്. അതിന്റെ ഏറ്റവും ഒരു കാരണം അതിന്റെ ഒരു എവിഡൻസ്, ഒരു തെളിവ് എന്താന്ന് പറഞ്ഞാൽ, ഞാനൊരു ഷെയർഡ് വിഷന്റെ കാര്യം പറഞ്ഞല്ലോ. ഷെയർഡ് വിഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ദർശനം നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു വിഷൻ ആയതുകൊണ്ടാണ് ഈ 1-ാം തീയതി വിൽസൺ ഫാമിലി,
Brother Jason family, including Bhavinamo. I never expected to see you there, but she went out and they were holding signs pointing to Jesus. That's a shared vision. You all have gone. You know, I didn't say everybody's name. Jocelyn, Justin. Yes, thank you. So നമ്മുടെ മധ്യത്തിൽ ഞാനിത് പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ഷെയർഡ് വിഷനാണ്. എല്ലാവരും അവരുടെ ജീവിതത്തിൽ അംഗീകരിച്ചിരിക്കുന്ന പ്രവർത്തന രംഗത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു കാര്യവും ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിന്റെ വേലയുടെ മുഖത്ത് വളരെ അധ്വാനിക്കുന്നതും നമ്മൾ മറ്റ് ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതും ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ്. അപ്പൊ ഈ വർഷം നമ്മുടെ സഭയിൽ പുതിയ വ്യക്തികൾ കടന്നു വരും. ഐ റിയലി ബിലീവ് ഇറ്റ്. പുതിയ വ്യക്തികൾ കടന്നു വരും. അതാണ് നമ്മുടെ ആഗ്രഹം, അതാണ് നമ്മുടെ പ്രാർത്ഥന, അതാണ് നമ്മുടെ ദർശനം. അത് നടക്കണമെങ്കിൽ we have to go out to meet the people. കഴിഞ്ഞ 31-ാം തീയതി ലോർഡ്സ് അപ്പോൾ ഞാൻ പറഞ്ഞത് മിനിസ്ട്രി ഓഫ് ദ ചർച്ച് ഈസ് ഓൾവേസ് ഔട്ട്സൈഡ്. ഇവിടെ മിനിസ്ട്രി ഉണ്ട്. ഇവിടുത്തെ മിനിസ്ട്രി എന്ന് പറയുന്നതാണ് we are encouraging the believers. ഇന്ന് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ കൂടെ കേട്ടതിന്റെ കൂട്ട് we are in the process of sanctification process. ഇവിടെ ചർച്ചിൽ കൂടുതൽ നടക്കുന്ന മിനിസ്ട്രിയും സാങ്ക്ടിഫിക്കേഷൻ വർക്കുകളാണ്. So that we can be glorified one day. എന്നാൽ the justification work, the conversion work, the redemption work all happens outside. അത് ഇവിടെ നടക്കും. പക്ഷേങ്കിൽ അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹബക്കൂക്കിൽ ഒരു വാക്യം നമ്മൾ വായിക്കുന്നു. ഒരു ദർശനത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഹബക്കൂക്കിൽ നാം വായിക്കുന്ന ഒരു വാക്യം. 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. അത് വരയ്ക്കാനുള്ള വാക്കുകളൊക്കെ അങ്ങനല്ല അതിന്റെ അർത്ഥം. വരയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് അല്ല എന്ന് പറഞ്ഞാൽ അത് എഴുതി എല്ലാവർക്കും വളരെ പ്രത്യക്ഷമായിട്ട് മനസ്സിലാകത്തക്കതുപോലെ യു ഹാവ് ടു ഹാവ് എ ഷെയർഡ് വിഷൻ. അപ്പോൾ നമുക്കൊരു ഷെയർഡ് വിഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിട്ടൺ. പല കമ്പനികളും, ഞാൻ ഈ കോർപ്പറേഷനിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് I know every corporation has a mission statement. They have every year they establish goals. What are they going to do this year? How much profit are they going to make, and how much expense they are going to cut? During the first of the year they set all these goals. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് എന്താണ്? നമ്മുടെ സഭയ്ക്കും നമ്മൾ അനേക ആക്ടിവിറ്റികളും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ there has to be a planning, there has to be a vision, there has to be a goal. അതെല്ലാം എഴുതപ്പെട്ട ഗോളുകളായിരിക്കണം. സോ ദിസ് ഇയർ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ we were just 2-3 families here. We run everything by word of mouth. We just consulted with people and we made. But this year we plan things out. നമ്മൾ എന്താണ് പുറത്തു പോകുന്നത്, നമ്മൾ എവിടെയാണ് ഒരു സുവിശേഷത്തിന്റെ ദൂതുമായിട്ട് കടന്നു പോകുന്നത്, ഏത് തരത്തിലുള്ള ആക്ടിവിറ്റികളാണ് നമ്മൾ ചെയ്യുന്നത്. It will be all need to be written out, and we will take the time this year to plan all those type of things. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു പുതിയ സീസണിലേക്ക് നമ്മെ നയിക്കുകയാണ്. God is leading us into a new season. 24-ൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. 25-ൽ നമുക്ക് അനേക ഫാമിലികൾ ഈ സഭയിൽ വന്നു, ഒരുമിച്ച് നമ്മൾ ആരാധിച്ചു. അപ്പോൾ പല ഫാമിലികളും കടന്നു വരുമ്പോൾ ഇവിടെ ചില കുറവുകളൊക്കെ കാണും. ഇവിടെ സൺഡേ സ്കൂളില്ല, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളില്ല എന്നുള്ള കുറവുകൾ ഒക്കെ കണ്ട് അങ്ങനെ വരാതിരിക്കുന്ന ഫാമിലികൾ. പക്ഷേങ്കിൽ ദൈവം നമ്മുടെ കുറവുകളെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. So we have now Sunday school. God is going to lead us into a new season, and that season will be beginning with obeying the commandment of God. ദൈവത്തിന്റെ ഗ്രേറ്റ് കമ്മീഷന്റെ ഒബീഡിയൻസ്, നമ്മൾ അതിന് ഒബീഡിയന്റ് ആയി തീരുമ്പോൾ ദൈവം നമ്മളെ പല വിധത്തിൽ നമ്മുടെ സഭ ഒരു പുതിയ ഒരു സീസണിലേക്ക് പ്രവേശിക്കും. അതിന്റെ വർക്കുകളാണ് ദൈവം നമുക്ക് ആൾറെഡി തന്നുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഗ്രേറ്റ് കമ്മീഷന്റെ ഫുൾഫിൽമെന്റ്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. 43-ാമത്തെ അധ്യായം ഒരു വാക്യം ഇങ്ങനെയാണ്: ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. God is always doing new things. ദൈവം എപ്പോഴും പുതിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭയിലും ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. He will do new things. He is already starting the new thing. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിർജ്ജന പ്രദേശത്ത് വഴി, മരുഭൂമി എന്ന് പറയുന്നത് വഴിയൊന്നും ഇല്ലാത്ത ഉണങ്ങിയ വരണ്ട സ്ഥലത്ത് ഒരു വഴി, നിർജ്ജന പ്രദേശത്ത്, അവിടെ നമുക്ക് വെള്ളവും അതുപോലെയുള്ള ജീവിതത്തിന് പ്രയോജനമുള്ള സാഹചര്യങ്ങൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് അവിടെ നദികളും അവിടെ വെള്ളവും അവിടെ സസ്യങ്ങളും അവിടെ വളരെ സമൃദ്ധിയും ഉണ്ടാകും. ദൈവം പുതിയ ഒരു കാര്യം ചെയ്യും. നമ്മുടെ സഭയിലും ദൈവം അതുപോലെ ഒരു പുതിയ കാര്യം ചെയ്യും. പുതിയ ആത്മാക്കൾ കടന്ന് ഓട്ടോമാറ്റിക്കലി പുതിയ ആത്മാക്കൾ, നമ്മൾ എല്ലാ ബുധനാഴ്ചയും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ പുതിയ ആത്മാക്കളെ ദൈവം അയക്കണമേ. പ്രാർത്ഥന ഇസ് ഗുഡ്. പ്രാർത്ഥന ദൈവം തീർച്ചയായിട്ടും കേൾക്കും. എന്നാൽ അതുപോലെ തന്നെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? വി ഗോ ഔട്ട്. ഈ ഗ്രേറ്റ് കമ്മീഷനിൽ നാം വായിച്ചതുപോലെ നാം പുറത്ത് പോയി പുറത്തുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ദൈവം നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവിൽ കൂടി വരുന്ന വചനങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുന്നു. ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നത്, we have to look at the message and the messenger. നമ്മളൊരു മെസ്സേജ്, I am a messenger, I have a message. The messenger has to be an example. നമ്മളിപ്പോൾ നല്ല വലിയൊരു മെസ്സേജും കൊണ്ട് പോവാന്ന് വിചാരിക്കുക. നമ്മള് പല തരത്തിലുള്ള ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, പല തരത്തിലുള്ള ഉദാഹരണങ്ങൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാഗസിനായിരുന്നു ബാലരമ. നിങ്ങൾക്ക് ബാലരമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാഗസിനായിരുന്നു അത്. ബാലരമ വാങ്ങിച്ച് ഞാനിങ്ങനെ തുടരെ വായിക്കും. അത് ഒരു കാർട്ടൂൺ അതിനകത്ത് വന്നു. വായിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് ഒരു മകനെ ശാസിച്ച് ശിക്ഷിച്ച് സിഗരറ്റ് വലിക്കുന്നതിന് എതിരെ പഠിപ്പിക്കുന്ന ഒരു പിതാവ്. ഹീസ് ആൾറെഡി സ്മോക്കിംഗ്. ദ സ്മോക്ക് ഈസ് അത് ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാം ആ കാർട്ടൂണിൽ. അപ്പോൾ അതൊരു മെസ്സേജ് ആൻഡ് മെസ്സഞ്ചറാണ്. Father is the messenger and he is teaching a message that the son shouldn't smoke. But the messenger is a wrong example. ഞാനത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് ചോദിച്ചാൽ, നമ്മുടെ വിശ്വാസത്തിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ വിശ്വാസം ഇന്ന് പഠിപ്പിച്ചതുപോലെ ഇതൊരു പ്രേഷ്യസ് ഫെയ്ത്ത് ആയിട്ട് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ച ഒരു വിശ്വാസം, അതിന്റെ മഹത്വം മറ്റുള്ളവർ കാണണമെങ്കിൽ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളണം. ഞാൻ നേരത്തെ ഏതോ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പഞ്ചസാര വെള്ളത്തിലിട്ട് നമ്മൾ കുറച്ചു നേരം സ്പൂണൊക്കെ ഇട്ട് അതിനകത്ത് അടിച്ചാൽ പിന്നെ പഞ്ചസാര കാണത്തില്ല. കാരണം പഞ്ചസാര ആ വെള്ളവുമായിട്ട് യോജിച്ച് അത് ഒന്നായി തീർന്നതുപോലെ നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ, നമ്മൾ വായിക്കുന്ന വചനങ്ങൾ, നമ്മൾ അത് വെറുതെ വായിച്ചു വിടുന്ന വചനങ്ങളായിട്ട് തീരുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ കയറി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മളെ പരിപൂർണമായി മാറ്റി കഴിയുമ്പോൾ മറ്റുള്ളവർ പിന്നെ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഒരു യേശു ക്രിസ്തുവിന്റെ ഒരു എപ്പിസ്റ്റലായിട്ട് മാത്രമേ കാണത്തുള്ളൂ. നമ്മളും ഒരു ലേഖനമായിട്ട് മാറും. നമ്മളും
എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോഴും നമ്മൾ എഫേസ്യ ലേഖനത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴാണ് മറ്റുള്ളവർ നമ്മൾ പറയുന്ന ഈ ദൂതുകളെ മാനിക്കുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങളെ മറ്റുള്ളവർ മാനിക്കുന്നത് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയങ്ങൾ കാണുമ്പോഴാണ്. അതുകൊണ്ട് മെസ്സഞ്ചർ ആൻഡ് മെസ്സേജ് അത് വളരെ ഇറ്റ് ഹാസ് ടു ബി കോർഡിനേറ്റഡ്. നമ്മൾ പലപ്പോഴും സ്റ്റേജിൽ പ്രസംഗം തകർക്കുന്നവരായി തീരാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രസംഗങ്ങൾ ജീവിക്കുന്നവരായി തീരാനാണ്. ഒരു പ്രാസംഗികൻ ഈ ജീവിക്കുന്ന പ്രസംഗങ്ങൾ മാത്രമേ പ്രസംഗിക്കാവൂ. അല്ലാത്ത പ്രസംഗങ്ങൾ ഈ ലോകത്തിൽ ഒരു സ്ഥാനവും വാസ്തവത്തിലില്ല. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഒരാത്മാവ് രക്ഷിക്കപ്പെടത്തില്ല, ഒരു വ്യക്തിയും ദൈവരാജ്യത്തിൽ പോകത്തില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ മെസ്സേജും നമ്മുടെ മെസ്സഞ്ചറും there has to be a kind of coordination. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ സഭയിൽ ഈ വർഷം ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. ഇന്ന് ജെർമി ഇവിടെ പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ he was talking about mountain. ഇവിടെ ഈ കൽപ്പന ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു കൊടുക്കുമ്പോൾ he also took them to a mountain. ഒരു മൗണ്ടനിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പൊക്കെ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും, അപ്പം നിങ്ങൾ അവിടെ കാണണം. അപ്പം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൂതൻ മറിയമാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരെ ഗലീലയിലേക്ക് അയച്ചു, ശിഷ്യന്മാരോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ they came to a very unspecified mountain in Galilee. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം അവിടെ വെച്ച് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? Why not anywhere else? ജെറുസലേം എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കൊണ്ട് ഇതൊരു സ്പെക്കുലേഷൻ പോലെയൊക്കെ വരും. എന്നാലും എന്തുകൊണ്ടാണ് ഈ മലയിൽ വെച്ച് ഈ ഒരു വലിയ ഒരു കമാൻഡ്മെന്റ്, ഒരു വലിയൊരു കമ്മീഷൻ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്? ബൈബിളിൽ മൗണ്ടൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെവലേഷന്റെ സ്ഥലമാണ് മൗണ്ടൻ. മോശ പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയി ദൈവത്തിൽ നിന്ന് റെവലേഷൻ വാങ്ങിച്ചു. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5, 6, 7 അധ്യായങ്ങൾ അത് നമ്മൾ പറയുന്ന തന്നെ ഒരു ഗിരിപ്രഭാഷണമാണ്. അത് മൗണ്ടനിൽ വെച്ച് കിട്ടിയ റെവലേഷൻ ആണ്. ഇതെല്ലാം റെവലേഷൻ. ഇവിടെ അവസാനമായിട്ട് യേശു ക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാർ ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ഈ ഒരു പുതിയ റെവലേഷനും ഈ ഒരു പർവ്വതത്തിലാണ് ഇവിടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. ജെർമി പറഞ്ഞു പർവ്വതം എപ്പോഴും ഉയർന്ന ഇടമാണ്, നല്ല നല്ല അനുഭവമാണ്. അതുപോലെ തന്നെ പർവ്വതം താഴ്ന്ന ഇടമാണ്, സഫറിങ്ങിന്റെ അനുഭവമാണ്, പ്രശ്നത്തിന്റെ അനുഭവമാണ്. എപ്പോഴും നമ്മൾ ഉയർന്നിരിക്കുന്നത് നല്ലതാണ്, ഇല്ലേ? ഉയർന്നിരിക്കുന്ന അനുഭവം നല്ലതാണ്. പർവ്വതത്തിൽ നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് നമുക്ക് ദർശനങ്ങൾ ലഭിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ഒരു മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ വർഷം ആഗ്രഹിക്കുന്നത്? പുതിയ പുതിയ ദർശനങ്ങൾ, പുതിയ പുതിയ വെളിപ്പാടുകൾ. നമ്മൾ ഒരു ഗലീലയിൽ ഈ പർവ്വതം അന്വേഷിച്ച് പോകേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ ലിവിംഗ് റൂമിൽ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ, നമ്മുടെ ഏത് മുറിയിലും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ we are rising up in his presence and we will receive new revelations and we will receive new blessing, new touch of God. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്രകാരമുള്ള ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മെ നടത്തുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇന്ന് ഈ പകൽക്കാലം നമ്മൾ 26ലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ ആരാധനയിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ ഗ്രേറ്റ് കമ്മീഷനോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് മറ്റനേകരെ ശിഷ്യന്മാരാക്കുവാനുണ്ട്. നമ്മൾക്ക് മറ്റനേകരുടെ അടുത്തേക്ക് പോയി സുവിശേഷം പറയുവാനായിട്ടുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾ പലർക്കും പല കഴിവുകളാണ്, പലർക്കും പല തരത്തിലുള്ള പെർസ്പെക്റ്റീവാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവ് എന്തോ അതിന്റെ മാക്സിമം കർത്താവിന്റെ വേലയുടെ മുഖത്ത് നമുക്ക് ഉപയോഗിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, സഭയായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ദർശനം അത് പ്രാവർത്തികമാക്കുവാൻ
ഈ പുതിയ വർഷത്തിൽ ദൈവം സഹായിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ ചായ സമയത്ത് സമയം മുൻപോട്ട് പോയതുകൊണ്ട് we are not going to sing any song today. നമുക്ക് പ്രിയ ചായ പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം അവസാനിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, Jesus. Hallelujah. ഈ വർഷത്തിന്റെ ഞങ്ങൾക്ക് ഒന്നിച്ച് സഭയായി കൂടി വരുന്ന ഭാഗ്യത്തിനായി മക്കൾക്കായി നന്ദിയോടെ പാടുവാനെ പ്രാർത്ഥിപ്പാനെ കേൾപ്പാനും കുഞ്ഞുങ്ങൾക്ക് സമയത്തിനായി ശ്രദ്ധിക്കുന്നു സങ്കീർത്തനം ശ്രദ്ധിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ല പാട്ടുകൾ തന്നെ നന്ദിയോടെ ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ സഭയിൽ കൂട്ടിയിട്ട കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന ആവശ്യമുള്ള സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈ സഭയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പുതിയ ആത്മാക്കളെ കർത്താവെ ചുറ്റുവാങ്ങുന്ന സഭയെ കൂട്ടുകൊണ്ട് ഇതിൻ്റെ അതിലുള്ള വിശ്വാസത്തെയും കൊണ്ട് പ്രാർത്ഥിക്കുന്ന നന്ദിയോട് സഭയിലെല്ലാ കുടുംബങ്ങൾക്കായി വ്യക്തികൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ അവരുടെ പോക്കിൽ വരവിൽ കൂടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പട്ടാളുകൾക്ക് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഒരു ക്രിസ്ത്യാനിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ സ്തുതിയോടെ മുന്നോട്ട് എല്ലാവരും ഓർത്തവരെല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് മീറ്റിംഗ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ ദുഷ്ടന്റെ കടിയിൽ നിന്നും കർത്താവെ എല്ലാവരും വിടിയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ആത്മാക്കളെ തരണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് അതിനെ കൂടിയുമായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രജസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ മോന്റെ ആഗ്രഹങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൊച്ചു കുടുംബത്തെ പറ്റനെ പ്രാർത്ഥിക്കുന്നു. അധികം പോലെ നടത്തിക്കാട്ടെ പ്രാർത്ഥന Church done. Church is almost done. I just have to make a really quick announcement. Okay. While you were preaching, my daughter Gabby, Shakjan's daughter, she had texted me real quick. Her best friend, they actually came, the first time we met them was around Christmas Day. We met them and she came here and we had, lunch and everything. So they just called me right now. So I don't know the details, but I believe this is a God thing because you also mentioned about baptism. Something has happened to this young lady's life. She has been trying to get to the Lord. And so she said that God told her she must get baptized today. Just after you had said that. So she said she must get baptized today. She's a young lady. So she said, do you have a pastor there? I said, yes. We have, I said, somebody will definitely baptize you today. I'll ask my pastor. I said, are you okay that the water might be cold? She doesn't care. Today is the day. And if we don't do it, she's going to go find somebody else, but she has to get baptized. Okay. I don't know nothing about church membership. I don't know anything about that. I only know about the membership in heaven. So Pastor, after this, we can talk about that. But they're going to come. She's going to see if anyone in their family is coming. We'll figure all that out. Today's youth night. I believe God ordained all of this. Yes. Okay, so please keep that in prayer, and then we can talk about logistics and all that stuff. That's fine. I think, is the water very cold? It's fine. I can heat up the jacuzzi. We're trying to heat up the jacuzzi. Oh, okay. Yeah, that's fine. Go in there, it's deep enough. Yeah. That'll take about like 30 minutes to heat up. So what time We hope it does. We hope that it works. We haven't turned on the jacuzzi all year. Okay. Yeah, we can do that. Okay. Yeah, we can do that. So everybody, please I come think to faith the works even faster than I thought. I was thinking more. I was telling my wife April. I told my wife, April is the date that we were thinking in our heart to baptize, and God works in mysterious ways. And thank you, Chad, thank you for the prayer. നമുക്ക് ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വന്നതുകൊണ്ട് I'm just going to say a small prayer and then close it. കർത്താവേ, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ പ്രിയ ഗാമിയുടെ ജീവിതത്തിൽ ദൈവം പ്രിയ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീരുവാൻ കഴിയുന്നതിലും
ഉപരിയായ ഭാഗ്യം മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രിയ മകളെ സ്നാനപ്പെടുത്തുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൈവത്തിന്റെ തിരു സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടാകുമാറാകണം. ശുശ്രൂഷയുടെ മധ്യത്തിൽ കർത്താവെ, വെള്ളത്തിന്റെ കാര്യത്തിൽ, അതിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ തിരു സാന്നിധ്യം ഉണ്ടാകുകയും ഈ ശുശ്രൂഷ ദൈവനാമമഹത്വത്തിനായി തീരുകയും ദൈവസഭയുടെ അനുഗ്രഹത്തിനും കെട്ടുപണിക്കും അത് മുതൽക്കൂട്ടായി തീരുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അടിയങ്ങൾ എളിയവരാണ്, ബലഹീനരാണ്, എങ്കിലും നീ ഞങ്ങളെ കരുതുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാകുന്നതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. തിരുസന്നിധി ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാം അടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനീ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനീ വന്ദനം നിനക്കാമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെയും, പ്രത്യേകിച്ച് ഇന്ന് ജനത്തിൽ സാക്ഷീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രിയ ഗ്യാബിയോട് കൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.